നമസ്കാരം. ഹോർമൂസ് കടലിടുക്കിന്റെ ചുറ്റുപാടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങൾക്ക് പുതിയ വഴിത്തിരിവ് നൽകിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പ്രൊജക്ട് ഫ്രീഡം ലോക ശ്രദ്ധ വീണ്ടും മിഡിൽ ഈസ്റ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന രക്തക്കുഴലെന്ന് വിശേഷിപ്പിക്കാവുന്ന ഹോർമൂസ് അക്ഷരാർത്ഥത്തിൽ അടഞ്ഞ നിലയിലായിരിക്കുന്ന സാഹചര്യത്തിൽ നൂറുകണക്കിന് കപ്പലുകളും ആയിരക്കണക്കിന് കപ്പൽ തൊഴിലാളികളും കുടുങ്ങിക്കിടക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നിഷ്പക്ഷ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് സുരക്ഷിതമായ വഴിയൊരുക്കുമെന്ന വാഗ്ദാനവുമായി അമേരിക്ക രംഗത്തെത്തിയത്. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെയും ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്ലാൻ. പ്രൊജക്ട് ഫ്രീഡം എന്ന പേരിലാണ് പുതിയ പ്ലാൻ എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലാണ് കുറിച്ചത്. കപ്പലുകളും അതിലെ ജീവനക്കാരെയും സുരക്ഷിതരായി പുറത്തെത്തിക്കുകയാണ് ലക്ഷ്യമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഹോർമൂസ് പ്രതിസന്ധിയിൽ ഇറാനുമായി പോസിറ്റീവായ ചർച്ചകളാണ് നടക്കുന്നത്. ഈ ചർച്ചകൾ എല്ലാവർക്കും ഗുണകരമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുമെന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നു. എന്നാൽ അമേരിക്കയുടെ നാവിക ഉപരോധവും ഹോർമൂസിലെ ഇറാന്റെ നിയന്ത്രണം എന്നിവ സംബന്ധിച്ച് ട്രംപ് നിലപാട് പറഞ്ഞിട്ടില്ല. അതേസമയം ഇറാൻ മുന്നോട്ട് വെച്ച 14 നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ വീണ്ടും സൈനിക നടപടികൾ ആരംഭിക്കുമെന്ന ഭീഷണിയും ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ട്. ഇറാന്റെ പെരുമാറ്റം മോശമായാൽ വീണ്ടും ആക്രമണം ആരംഭിക്കുമെന്ന് ഫ്ലോറിഡയിൽ മാധ്യമങ്ങളോട് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം വെടിനിർത്തലല്ല, യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്ന് അമേരിക്കയോട് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. 14 സമാധാന നിർദ്ദേശങ്ങളും ഇറാൻ സമർപ്പിച്ചു. ഹോർമൂസിന്റെ നിയന്ത്രണത്തിന് പുതിയ സംവിധാനം വേണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. ഇറാന്റെ നിർദ്ദേശങ്ങൾ പരിശോധിക്കുകയാണെന്ന് ആദ്യം പ്രതികരിച്ച ട്രംപ് പിന്നീട് നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന നിലപാടിലാണ്. വെടിനിർത്തൽ നീട്ടുന്നതിന് പകരം യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നതായിരുന്നു ഇറാന്റെ പ്രധാന നിർദ്ദേശം. ലെബനോണിലേതടക്കം എല്ലാ ആക്രമണങ്ങളും അമേരിക്ക അവസാനിപ്പിക്കണമെന്നും മേഖലയിൽ നിന്ന് US സേനയെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. കൂടാതെ ഇറാനെതിരായ എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കണമെന്നും ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി പുതിയ സംവിധാനം വേണം എന്നിവ അടക്കമായിരുന്നു പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഉയർന്നതോടെ കടലിടുക്ക് ഏകദേശം ബ്ലോക്കായ അവസ്ഥയിലായിരുന്നു. ഇതോടെ ആഗോള എണ്ണ വിതരണ ശൃംഖല തന്നെ തകർച്ചയുടെ വക്കിലെത്തി. ലോക രാജ്യങ്ങൾക്കിടയിൽ ആശങ്ക വരുമ്പോൾ പ്രൊജക്ട് ഫ്രീഡം എന്നൊരു മാനുഷിക ഇടപെടലായി അവതരിപ്പിച്ചിരിക്കുകയാണ് ട്രംപ്. യുദ്ധത്തിൽ നേരിട്ട് പങ്കില്ലാത്ത രാജ്യങ്ങളുടെ കപ്പലുകൾ കുടുങ്ങിയതിനാൽ അവരെ രക്ഷപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ നീക്കം ഒരു സാധാരണ രക്ഷാപ്രവർത്തനം മാത്രമല്ല എന്നാണ് നിരീക്ഷകരുടെ വാദം. അമേരിക്കൻ സൈനിക ശക്തിയുടെ സാന്നിധ്യം വീണ്ടും ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കമാണോ അല്ലെങ്കിൽ ഇറാനെതിരെ സമ്മർദ്ദം കൂട്ടാനുള്ള തന്ത്രമാണോ ഇതിന് പിന്നിൽ എന്ന ചർച്ചകൾ ശക്തമാവുകയാണ്. ഇതിനിടെ ഇറാൻ അമേരിക്കയുടെ ഇടപെടൽ സീസ് ഫയർ ലംഘനമാകാമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. അതേസമയം 2000-ലധികം കപ്പലുകളും 20,000-ലധികം കടൽ തൊഴിലാളികളും ഇപ്പോഴും കുടുങ്ങിയിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഈ പ്രതിസന്ധി നീണ്ടു നിൽക്കുമ്പോൾ എണ്ണവില കുതിച്ചുയരുകയും ആഗോള സാമ്പത്തിക രംഗത്ത് അനിശ്ചിതത്വം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രൊജക്ട് ഫ്രീഡം വഴി അമേരിക്ക കടലിടുക്കിൽ വീണ്ടും നിയന്ത്രണം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണോ അല്ലെങ്കിൽ ഇത് യുദ്ധത്തിന്റെ പുതിയ ഘട്ടത്തിലേക്കുള്ള തുടക്കമാണോ എന്നത് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് തുടരുമ്പോഴും യുദ്ധഭീഷണി മറുവശത്ത് ശക്തമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് ഇനി ഒരു സാധാരണ കടൽപാത മാത്രമല്ല, ലോക രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തീപ്പന്തമായി മാറിയിരിക്കുകയാണ്.